നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാരുടെ വിഷുഫലം, ഈ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ്, കിങ് ഓഫ് ഫോൺസ്, ക്വീൻ ഓഫ് കപ്സ്, ടവർ മൊമെൻറ്റ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ലാസ്റ്റ് കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ പൊതുവെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി തങ്ങി നിൽക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ നഷ്ടങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും അനാവശ്യമായിട്ട് ചിന്തകൾ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ അധികം മനസ്സ് അല്ലെങ്കിൽ കാട് കയറി അധികം ചിന്തിക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചുറ്റുപാടും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിലും ജോലി സംബന്ധമായിട്ട് കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സൗഹൃദങ്ങളിലൂടെയൊക്കെ നല്ലൊരു സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ അധികം അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ജീവിത ലൈഫ് സ്റ്റൈൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി സൗഹൃദങ്ങളുള്ളവർ, അപ്പോൾ ഒത്തിരി നെറ്റ്വർക്ക്സ് ഉണ്ടാവും നിങ്ങൾക്ക്. പുതിയ പുതിയ സുഹൃത്തുക്കളെ ഈ ഒരു വർഷം വീണ്ടും കണ്ടെത്താൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സൗഹൃദങ്ങളിലൂടെ അത് സൗഹൃദ സംഭാഷണങ്ങളോ അതുപോലെ എന്തെങ്കിലും സ്നേഹവിരുന്നുകളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കാനും ഒക്കെ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെ പലതരത്തിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് പൊതുവിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും 2 ആഴ്ചത്തെ അവധിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ 3 ആഴ്ച എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന, വെയിറ്റിംഗ് പീരീഡ് അധികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡിലേയ്സ് അധികം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻസൊക്കെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ, ഇപ്പോൾ വീട് പണിയായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് എന്തെങ്കിലും സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ വിസ പ്രോസസ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ അങ്ങനെയുള്ള കാര്യങ്ങൾ, പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി സമയമെടുക്കുന്നവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം നല്ല സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമെയിൽസ്, മെസ്സേജസ്, അതുപോലെ സന്ദേശങ്ങൾ വരുന്നത് എല്ലാം അതായത് ചില കാര്യങ്ങളൊക്കെ ഒരു മാർക്കറ്റിംഗ് പോലെ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന മെസ്സേജസ്, ഇമെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ആണ്, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമല്ല എന്നുള്ളൊരു ചിന്തയോട് കൂടി വിട്ടുകളയാതിരിക്കുക. എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അവസരം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇന്നൊരു ഇതിന് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇത് ഒന്നും വിട്ടുകളയാതിരിക്കാം. എല്ലാത്തിലും എന്തെങ്കിലും ഒരു അവസരം ഒളിഞ്ഞു കിടപ്പുണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷണലി ഒത്തിരി അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നെക്സ്റ്റ് കിങ് ഓഫ് ഫോൺസ് ആൻഡ് ടവർ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ, ജോലി സംബന്ധമായിട്ട് സ്ഥലം മാറ്റം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂവിങ് ഹൗസ് കാണിക്കുന്നുണ്ട്, വീട് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ. നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ചധികം ദൂരേക്ക് ട്രാൻസ്ഫറോ മറ്റു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീട് മാറേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ പല പുതിയ ഇടത്തേക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ പുതിയ ഇടം എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പുതിയ ആളുകൾ, പുതിയ കൾച്ചർ, പുതിയ സാഹചര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സൈറ്റഡ് ആയിരിക്കും പല കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ. അപ്പോൾ വളരെ ആക്റ്റീവായിരിക്കും. പിന്നെ ഒരു സഡൻ ബൂസ്റ്റ് ഓഫ് എനർജിയാണ് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എടുത്താലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ ധൃതി പിടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതേപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അത് വളരെയധികം നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ്റെയോ മറ്റോ ആവശ്യം വരുന്നില്ല, നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതൊരു പ്രൊഫഷൻ ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓൺട്രപ്രനോറിയൽ എനർജി, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പലർക്കും ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷനൊക്കെ ആയി മാറുന്ന സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഓൺട്രപ്രനോറിയൽ എനർജി ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അവരുടെ സംസാരത്തിൽ നിന്നല്ല, അവരുടെ കാണുമ്പോഴേ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളെ മനസ്സിലാക്കുക, റീഡ് ചെയ്യാൻ, മനസ്സ് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും ആളുകളെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ. അബദ്ധത്തിലൊന്നും ചെന്ന് ചാടുന്ന സമയമല്ല. യാത്രകൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. യാത്രകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പല പ്രോബ്ലംസിനും പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ കിങ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് സോട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, കിങ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് സോട്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു എനർജി, സ്ട്രോങ് ലീഡർ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി. അപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വന്തം കാര്യം മാത്രമല്ല, ചുറ്റുപാടുമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക്, വളരെ നല്ലൊരു പൊസിഷനിലേക്ക്, സ്ഥാനത്തേക്ക് മാറാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് കാണിക്കുന്ന ഒരു പ്രൊഫഷണൽ. അത് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാനേജർ പൊസിഷൻ, ഒരു അധികാര സ്ഥാനത്തേക്ക് കയറുന്ന സാഹചര്യം. അത് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ജോലിയിലാണെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ അതിലും ഉയർന്ന പൊസിഷനിലാവാം. രാഷ്ട്രീയത്തിൻ്റെ ചാൻസസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, പൊളിറ്റിക്സിൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കാൻ ഉള്ളൊരവസരം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥാനത്ത് ഓൾറെഡി ഇരിക്കുന്ന ഒരാളാണ്. ഇവിടെ ചില പ്രത്യേക വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പൊളിറ്റിക്സിൽ ഏതെങ്കിലും ഒരു പലതരത്തിലുള്ള ജില്ലയുടെയോ അല്ലെങ്കിൽ പ്രത്യേകത പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഒരു സ്ഥാനത്തൊരു മേയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. ഓൾറെഡി നിങ്ങളെ ഒരു സ്ഥാനമാണെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ MP MLA അല്ലെങ്കിൽ ഈവൻ ആ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് ഇത് ഈ ഒരു വർഷം നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, തീരുമാനങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ളതായിരിക്കും. ആലോചിച്ച് ആണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പലപ്പോഴും. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് വെച്ചാൽ വളരെയധികം, പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എല്ലാത്തിനോടും ദയാദാക്ഷിണ്യോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ അത് എല്ലാം പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. കുറച്ചുകൂടി എന്താ പറയുക, ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പേഴ്സണലി പറഞ്ഞ കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ.
അപ്പോൾ ഈവൻ ജനറലായിട്ട് പറയുന്ന പോലും നിങ്ങളെ ബാധിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ തൽപരരായിരിക്കും. അതേപോലെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ബുദ്ധി സാമർത്ഥ്യം വളരെ കൂടുതലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പഠിക്കുന്ന കാര്യത്തിൽ ഒത്തിരി അധികം ബുദ്ധി സാമർത്ഥ്യം തെളിയിക്കാൻ പറ്റുന്ന സമയവും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.